കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകം 8 അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ മക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ, അതിനെ അവഗണിക്കരുത്. എൻ്റെ പടിവാതിക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. അനുദിനം ദൈവത്തിൻ്റെ പടിവാതിക്കൽ നമ്മൾ കാത്തു നിൽക്കുന്ന മക്കളായിരിക്കണം. പലപ്പോഴും പല സ്ഥലങ്ങളിലും ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്, ധ്യാനം കേൾക്കുവാൻ പലരും പോകുന്നുണ്ട്. എന്നാൽ ധ്യാനത്തിന് പോകുന്നവരെ അനുദിനവും ആൾക്കാർ കളിയാക്കുന്നവർ കളിയാക്കട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോകണം. കിട്ടുന്ന സമയം പാഴാക്കി കളയാതെ കർത്താവിൻ്റെ കൂടിരിക്കുവാൻ, ദൈവവചനത്തിൻ്റെ കൂടിരിക്കുവാൻ നമ്മൾ പോകണം. അനുദിനം കർത്താവിൻ്റെ പടിവാതിക്കൽ നമ്മൾ കാത്തു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അനുദിനം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് ഈ മക്കൾക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഒന്നിനും കുറവില്ലല്ലോ. അതങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായി അങ്ങ് ദാനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകളും ഓരോ വ്യക്തി ജീവിതങ്ങളും അത് വാങ്ങിച്ച് ആസ്വദിക്കുവാൻ തക്കവിധം ഓരോ മക്കളെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പിതാവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് മൂടണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേ കണ്ടെത്തുവാനുള്ള കൃപയിൽ നിലനിർത്തുവാൻ തക്കവിധം ഓരോരുത്തരെയും സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ.